നമസ്കാരം, ഞാൻ മോഹനൻ പിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ഹിന്ദി പരിഷ്കരിച്ച പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ പാഠഭാഗമായ ബഹുത്ത് ദിനോം കെ ബാദ് എന്ന കവിതാഭാഗമാണ്. ഈ കവിത എഴുതിയത് മഹാകവിയായ നാഗാർജുൻജി ആണ്. ഹിന്ദി സാഹിത്യത്തിലെ പ്രോഗ്രസീവ് റൈറ്റേഴ്സ്, പുരോഗമനവാദി സാഹിത്യകാരന്മാരിൽ പ്രമുഖനാണ് നാഗാർജുൻജി. അദ്ദേഹത്തിൻ്റെ ബഹുചർച്ചിതമായ ഒരു കവിതയാണ് ബഹുത്ത് ദിനോം കെ ബാദ്. ഈ കവിത പഠിക്കുന്നതിന് മുമ്പ് കവിയെ ഒന്ന് പരിചയപ്പെടാം. നാഗാർജുൻജി ജന്മ 30 ജൂൺ 1911, 1911 ജൂൺ മാസം 30-ാം തീയതി ജനിച്ച് 1998 നവംബർ 5, 1998 നവംബർ മാസം 5-ാം തീയതി മരിച്ച അദ്ദേഹം हिंदी के प्रगतिशील साहित्यकार नागार्जुन का जन्म बिहार के दरभंगा में हुआ. ഹിന്ദിയിലെ പ്രഗതിശീല സാഹിത്യകാരനായ, പുരോഗമനവാദി സാഹിത്യകാരനായ നാഗാർജുൻ ജനിച്ചത് ബീഹാറിലെ ദർഭംഗയിലായിരുന്നു. ഉൻക മൂലനാം, അദ്ദേഹത്തിൻ്റെ മൂലനാമം വൈദ്യനാഥ് മിശ്ര ഹെ, വൈദ്യനാഥ് മിശ്ര എന്നായിരുന്നു. ഉനോംനെ മൈഥിലി, അദ്ദേഹം മൈഥിലി ഭാഷയിലും ബംഗല തഥാ സംസ്കൃതമേം, ബംഗാളി അതുപോലെ തന്നെ സംസ്കൃത ഭാഷയിലും രചനായിൻ കി ഹെ, രചനകൾ നടത്തിയിട്ടുണ്ട്. സതരംഗി, പങ്കോം വാലി, രത്നാഥ് കി ചാച്ചി, ബൽച്ചന്മ, വരുൺ കെ ബേട്ടെ ആദി ഉൻകി പ്രമുഖ രചനായ ഹെ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. ഭാരത് ഭാരതി സമ്മാനം, സാഹിത്യ അക്കാദമി പുരസ്കാരം ആദി സേവേ വിഭൂഷിത് ഹെ മുതലായവ കൊണ്ട് അദ്ദേഹം അലങ്കൃതൻ ആണ്. കവിതയുടെ പേര് ബഹുത്ത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം, വളരെ കാലങ്ങൾക്ക് ശേഷം. ഈ കവിത വളരെ ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. സമൂഹത്തിൽ മിക്കവരും ജീവനോപാധിക്കും മറ്റ് പല കാരണങ്ങളാലും സ്വന്തം നാട് വിട്ട് മറ്റ് നാടുകളിലേക്ക് പോകുന്നത് പതിവാണ്. എന്നെങ്കിലും ഒരിക്കൽ നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നാട്ടിലെ അനുഭവങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈ കവിതയിലൂടെ കവി തൻ്റെ അങ്ങനെയുള്ള ഒരനുഭവം പങ്കുവയ്ക്കുകയാണ്. കവി തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ തനിക്ക് പഞ്ചേന്ദ്രിയങ്ങളാൽ അനുഭവ യോഗ്യമായ കാര്യങ്ങളാണ് ഈ ചെറുകവിതയിലൂടെ വർണ്ണിക്കുന്നത്. ഇനി കവിത എക്സ്പ്ലെയിൻ ചെയ്യാം. ബഹുത്ത് ദിനോം കെ ബാദ് അബ് കി മൈനെ ജി ഭർ ദേഖി, പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. ബഹുത്ത് വളരെ, ബഹുത്ത് ദിനോം കെ ബാദ് വളരെ ദിവസങ്ങൾക്ക് ശേഷം, കുറേ ദിവസങ്ങൾക്ക് ശേഷം. ബഹുത്ത് ദിനോം കെ ബാദ് അബ് കി മൈനെ ജി ഫർ ദേഖി. അബ് കി ഇപ്പോൾ, മൈനെ ദേഖി ഞാൻ കണ്ടു. ഞാൻ എങ്ങനെയാണ് കണ്ടത്? ജി ഫർ ദേഖി, ജീവിതം മുഴുവനും കണ്ടു. അതായത് ജീവിതത്തിൽ മനസ്സ് നിറയെ കണ്ടു. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് മനസ്സ് നിറയെ കണ്ടത്. എന്താണ് ഞാനിന്ന് മനസ്സ് നിറയെ കണ്ടത്? പകി സുൻഹലി ഫസലോ, പകി സുൻഹലി പാകമായ, സുൻഹലി സുവർണ നിറത്തിലുള്ള, ഫസലോം കി ധാന്യങ്ങളുടെ, മുസ്കാൻ പുഞ്ചിരി.
ഞാൻ കുറേ നാളുകൾക്ക് ശേഷം എന്താണ് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്? വയലേലകളിൽ പാകമായി സ്വർണ്ണ നിറത്തിൽ കാണുന്ന പാകമായ ധാന്യങ്ങളുടെ പുഞ്ചിരി. ഇവിടെ കവി പറയുന്നത്, ജീവിതത്തിൽ എനിക്ക് കുറേ നാളുകൾക്ക് ശേഷം കണ്ണുകൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്താണ് കാണാൻ കഴിഞ്ഞത്? ഭൂമിയുടെ ഐശ്വര്യം, സമൃദ്ധി. ഏത് രൂപത്തിൽ? പാകമായ ധാന്യങ്ങളുടെ രൂപത്തിൽ എനിക്ക് അവയുടെ പുഞ്ചിരിയിലൂടെ കാണാൻ കഴിഞ്ഞു. ഇനി അടുത്ത വരിയിൽ എന്താണ് പറയുന്നത്? ബഹുത്ത് ദിനോം കെ ബാദ് അബ് കി മൈം ജീഫർ സുൻ പായ ധാൻ കൂടത്തി കിശോരിയോം കി കോകില കണ്ടി താൻ. ബഹുത്ത് ദിനോം കെ ബാദ്, കുറേ നാളുകൾക്ക് ശേഷം, അബ് കി മയും, ഞാനിപ്പോൾ, ജീഫർ സുൻ പായ, ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ മുഴുവനായി, എൻ്റെ മനസ്സ് നിറയെ, സുൻ പായ, പാന കിട്ടുക, കാണുക, കണ്ടുമുട്ടുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ കിട്ടി അല്ലെങ്കിൽ കേൾക്കാൻ കഴിഞ്ഞു എന്നാണ് അർത്ഥം. സുൻ പായ, കേൾക്കാൻ. നമ്മൾ കേൾക്കുന്നത് ചെവി കൊണ്ടാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ മറ്റൊരു അവയവമായ ചെവി കൊണ്ടാണ് നമ്മൾക്ക് കേൾക്കുന്നത്. എനിക്ക് കുറേ നാളുകൾക്ക് ശേഷം കേൾക്കാൻ കഴിഞ്ഞു. എന്താണ്? ധാന് കൂടത്തി എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ കുത്തുക. ഇപ്പം നെല്ലും മറ്റും കുത്തി അരിയാക്കിയെടുക്കുന്നത്. ഇന്നും ഗ്രാമങ്ങളിലും മറ്റും മിഷനറികൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഇത് കവിയുടെ കാലഘട്ടത്തിൽ മിഷനറീസ് ഒന്നും അധികം ഇല്ല. അപ്പം അന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് ആളുകൾ തന്നെയാണ്. ഇവിടെ നെല്ല് കുത്തുന്നത് ആരാണ്? കിശോരിയോങ്കി, കിശോരി പെൺകുട്ടികളാണ്, യുവതികളാണ്. അവരുടെ കോകില കണ്ടി താന്, താന് ശബ്ദം, താളം. കോകില കണ്ടി, കുയിലിൻ്റെ നാദം. കുയിലിൻ്റെ നാദം എന്ന് പറഞ്ഞാൽ മധുരമായ പാട്ട് പാടിക്കൊണ്ടാണ് അവർ നെല്ല് കുത്തുന്നത്. ഇവിടെ കവിക്ക് ആ ഗ്രാമത്തിലെത്തിയപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത് എന്താണ്? നെല്ല് കുത്തുന്ന പെൺകുട്ടികൾ പാടുന്ന മനോഹരമായ പാട്ടാണ് വളരെ നാളുകൾക്ക് ശേഷം കേൾക്കാൻ കഴിഞ്ഞത്. ഇനി അടുത്ത വരിയിൽ പറയുന്നത് എന്താണ്? ബഹുത്ത് ദിനോം കെ ബാദ് അബ് കി മൈനെ ജീഫർ സൂന്ധേ മൗൽ സിരി കെ ഢേർ ഢേർ സേ താസേ ടക്കേ ഭൂല്. കവി പറയുന്നു, ബഹുത്ത് ദിനോം കെ ബാദ് അബ് കി മൈനെ ജീഫർ സൂന്ധേ, ഇപ്പോഴാണ് എനിക്ക് മനസ്സ് നിറയെ ഒന്ന് മണക്കാൻ കഴിഞ്ഞത്. സൂന്ധ്, മണം, മണക്കുക. ഇപ്പോഴാണ് ഞാനൊന്ന് മണത്തത്. പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ മൂക്ക്, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് മണക്കാൻ കഴിഞ്ഞത്? മൗൽ സിരി കെ, മൗൽ സിരി എന്ന് പറയുന്നത് ഇലഞ്ഞി മരം, ഇലഞ്ഞിയുടെ ഢേർ ഢേർ സേ താസേ ടക്കേ ഫൂൽ, കുമാരത്തിൽ, ഢേർ ഢേർ കുനകൂട്ടിയിട്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ പൂക്കൾ കൊഴിഞ്ഞു വീണ് കൂമ്പാരത്തിലായി കിടക്കുന്ന ആ പൂക്കളുടെ താസേ ടഡ്കെ, താസ പുതിയ ഫ്രഷായിട്ടുള്ള ആ പൂക്കളുടെ നല്ല ഫ്രഷായിട്ടുള്ള മണം എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. താസേ ടഡ്കെ ഫൂൽ, ഫ്രഷായിട്ടുള്ള പുഷ്പങ്ങളുടെ മണം എനിക്ക് മൂക്കുകൊണ്ട് അനുഭവിക്കാൻ കഴിഞ്ഞു, എനിക്ക് മണക്കാൻ കഴിഞ്ഞു. അടുത്ത വരിയിൽ പറയുന്നത്, ബഹുത്ത് ദിനോം കെ ബാദ് അബ് കി മൈം ജീഫർ ചൂപ്പായ, ചൂപ്പാന ടു ടച്ച്, തൊടുക. തൊടുന്നത് എന്തുകൊണ്ടാണ്? ത്വക്കുകൊണ്ട്. ഇവിടെ പഞ്ചേന്ദ്രിയങ്ങളിൽ മറ്റൊരു അവയവമായ
ത്വക്കുകൊണ്ട് സ്പർശിക്കുക. എന്താണ് സ്പർശിക്കാൻ കഴിഞ്ഞത്? അപ്നി ഗംവയി. ഗംവയി എന്ന് പറയുന്നത് ഗ്രാമത്തിലെ പകഡണ്ടി ഒറ്റയടിപ്പാത, ഫുട്പാത്ത്, അവിടുത്തെ നടപ്പാതയിലെ ചന്ദനവർണ്ണീധൂള്, ചന്ദന നിറമുള്ള ധൂള്, പൊടി. ഈ ചന്ദനവർണ്ണീധൂള് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകതയുള്ളത് ചന്ദന നിറത്തിലുള്ള, അതായത് മണ്ണാണ് ഉയർന്നു പോകുന്നത്. അതിന് ഗോധൂളി എന്ന് പറയും. പഴയ കാലത്ത് ഈ ടാറൊന്നുമിടാത്ത ഒറ്റയടി പാതകളിലൂടെ കന്നുകാലികളെയും മറ്റും കൊണ്ട് പോകുമ്പോൾ, അവ കൂട്ടത്തോടെ പോകുമ്പോൾ അവയുടെ ആ ചലനം കൊണ്ട് പൊടി ആകാശത്തിലേക്ക് പറക്കും, മല പോലെ പറക്കും. ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് ഒരു വലിയ കാഴ്ച തന്നെയാണ് കാണാൻ. അപ്പം ആ കാഴ്ചയാണ് ചന്ദനവർണ്ണത്തിലുള്ള ധൂളി, പൊടി ആയി നമ്മൾ കാണുന്നത്. ഇവിടെ കവി പറയുന്നത്, വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ എനിക്ക് ആ ചന്ദനവർണ്ണത്തിലുള്ള ധൂള് ഉയരുന്നതെനിക്ക് കാണാൻ കഴിഞ്ഞു, എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ എനിക്ക് കഴിഞ്ഞു. അടുത്ത വരിയിൽ പറയുന്നത്, ബഹ്ത് ദിനോം കെ ബാദ് അബ് കി മൈനെ ജീഫർ താലം ഖാനാ ഖായ ഗന്നേ ചൂസേ ജീഫർ. ബഹ്ത് ദിനോം കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷം, അബ് കി മൈനെ ജീഫർ, എനിക്ക് മനസ്സ് നിറയെ, താലം ഖാനാ ഖായ, എനിക്ക് താലം ഖാന എന്ന ഒരു ഭക്ഷ്യസാധനം ഖായ കഴിക്കാൻ പറ്റി, രുചിക്കാൻ എനിക്ക് പറ്റി. അതുപോലെ തന്നെ ഗന്നേ ചൂസേ ജീഫർ, എനിക്ക് ഗന്ന, കരിമ്പിൻ്റെ ജ്യൂസ് മനസ്സ് നിറയെ ആസ്വദിച്ചു കുടിക്കാനും എനിക്ക് പറ്റി. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ മറ്റൊന്നായ നാക്കുകൊണ്ട് എനിക്ക് രുചിക്കാനും പറ്റി. ഈ വരികളിലൂടെ കവി പറയുന്നത്, തനിക്ക് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളാൽ തൻ്റെ ഗ്രാമത്തെ പൂർണ്ണമായും ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നാണ്. ഇനി അവസാനത്തെ വരിയിൽ ഒരു കൺക്ലൂഷനായി കവി പറയുന്നു, ബഹ്ത് ദിനോം കെ ബാദ് അബ് കി മൈനെ ജീഫർ ഫോഗെ ഗന്ധ് രൂപ് രസ് ശബ്ദ് സ്പർശ് സബ് സാത്ത് സാത്ത് ഇസ് ഭൂപ്പർ. ബഹ്ത് ദിനോം കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷം, അബ് കി മൈനെ ജീഫർ ഫോഗെ, എനിക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞു, ഈ പഞ്ചേന്ദ്രിയങ്ങളാൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഏതൊക്കെയാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? ഗന്ധ്, സുഗന്ധം, രൂപം, ഗന്ധം മൂക്കുകൊണ്ട്, രൂപം എനിക്ക് കാണാൻ കണ്ണുകൊണ്ട്, രസ് ടേസ്റ്റ് എനിക്ക് നാക്കുകൊണ്ട്, ശബ്ദ് വാക്കുകൾ കേൾക്കുന്നത് ചെവി കൊണ്ട്, സ്പർശ് ത്വക്കുകൊണ്ട് എനിക്ക് സ്പർശിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ എല്ലാം കൊണ്ടും സ്പർശ് സബ്, ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സാത്ത് സാത്ത് ഇസ് ഭൂപ്പർ, ഭൂപ്പർ ഈ ഭൂമിയിൽ എനിക്ക് ഇത്തരത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ഗ്രാമത്തിലെ എല്ലാം ആസ്വദിക്കാൻ ആയി. ഇതാണ് ഈ കവിതയുടെ ആശയം. പലതവണ വീഡിയോ കണ്ട് ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അവരവരുടേതായി എന്തെങ്കിലും ഒരു അഭിപ്രായം എഴുതണം. നമുക്ക് മറ്റ് പാഠങ്ങളിലെ വീഡിയോകളുമായി വീണ്ടും കാണാം.